എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം, നമുക്ക് ഈ സോഷ്യൽ മീഡിയയും ബാക്കി പ്രിന്റ് മീഡിയ എല്ലാ മീഡിയയിലും കൂടെ നമ്മൾക്ക് നിരവധി അഡ്വൈസസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യം, ഭക്ഷണം, അതുപോലുള്ള എല്ലാത്തിനും കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള അഡ്വൈസസ് ഡെയിലി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സാധാരണപ്പെട്ട ഒരാളെ തന്നെ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു വിഷയമാണിത്. അപ്പോൾ അതിനെപ്പറ്റി എങ്ങനെ അതിനൊരു ഡിസിഷൻ എടുക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. അപ്പോൾ അതിനെപ്പറ്റി നമ്മളിവിടെ പറയുന്നത് ഇങ്ങനെയാണ്. പോസ്റ്റർ ഷെയർ ചെയ്യുകയാണ്. വിത്ത് കോൺഫ്ലിക്റ്റിംഗ് ഹെൽത്ത് ആൻഡ് ലൈഫ് അഡ്വൈസ്, ഹൗ ഡസ് വൺ ചൂസ് വാട്ട് ഈസ് ദ ബെസ്റ്റ്? അപ്പം അതായത് ആരോഗ്യം, ഭക്ഷണം തുടങ്ങിയ ജീവിതത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ഇന്ന് പരസ്പര വിരുദ്ധമായ ഉപദേശങ്ങൾ നമുക്ക് ലഭിക്കുന്നു. മുന്നോട്ട് പോകാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ്? മാധ്യമങ്ങളിൽ പരസ്പര വിരുദ്ധമായ ഉപദേശങ്ങൾ വരുമ്പോൾ എനിക്ക് എന്താണ് അനുയോജ്യമെന്ന് എങ്ങനെ തീരുമാനിക്കും? ആരോഗ്യത്തെക്കുറിച്ചുള്ള ബാഹ്യമായ വൈരുദ്ധ്യങ്ങളിൽ കുടുങ്ങാതെ ശരീരത്തിൻ്റെ ആന്തരിക ജൈവബുദ്ധിയെ തിരിച്ചറിയുകയാണ് മുന്നോട്ട് പോകാനുള്ള പോംവഴി. പ്രകൃതി നിയമങ്ങൾ പാലിച്ച് ഗുണമേന്മയുള്ള ഭക്ഷണം മിതമായി കഴിക്കുന്നതിലൂടെയും ശരീരത്തിൻ്റെ സൂചനകൾ ശ്രദ്ധിക്കുന്നതിലൂടെയും ആരോഗ്യകരമായ താളം കണ്ടെത്താം. ചുരുക്കത്തിൽ സ്വാഭാവികമായ വിശ്രമവും പ്രകൃതിയുമായിട്ടുള്ള പൊരുത്തവുമാണ് സുസ്ഥിരമായ ആരോഗ്യത്തിന് അടിസ്ഥാനം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിഷയം. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത്, ഈ ഉപദേശങ്ങൾ, അഡ്വൈസസ് എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് അഡ്വൈസ് ഇഷ്ടം പോലെ നമുക്ക് കിട്ടുന്നുണ്ട്. അല്ലാതെ തന്നെ നാനാവിധ സോഷ്യൽ മീഡിയകളിലൂടെ അഡ്വൈസ് വരുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ പ്രളയമാണ് എല്ലാത്തിലും. അപ്പോൾ അത് എന്ത് കഴിക്കണം, എന്താണ് ഒഴിവാക്കേണ്ടത്, എന്താണ് ഏത് വ്യായാമമാണ് നല്ലത്, അതിൻ്റെ വ്യായാമത്തിൻ്റെ തന്നെ മൾട്ടിറ്റ്യൂഡ് ഓഫ് വ്യായാമ രീതികൾ പറയും. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രഡിക്റ്റ് ആണ്. കഴിക്കുന്നതിൻ്റെയും കഴിക്കാതിരിക്കുന്നതിൻ്റെയും കൺഫ്യൂസിങ് ഇതാണ്. പല പല തിയറീസും പല പല ഉപദേശങ്ങളും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കോൺട്രഡിക്ടറി ആയിട്ടുള്ള ആയത് കാരണം നമ്മൾ ടോട്ടലി ഒരു പാരഡോക്സ് സിറ്റുവേഷനിൽ എത്തുകയാണ്. അപ്പം പലതും പരസ്പര വിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് കൊണ്ട് ഈവൻ പഠിപ്പുള്ള ആൾക്കാർക്ക് പോലും, പഠിച്ച് വരുന്ന ആൾക്കാർക്കാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് തന്നെ. അവർക്കും ആശയക്കുഴപ്പമുണ്ടാകുന്നു. മറ്റുള്ളവർ പഠിക്കാത്തവർ പിന്നെ അത്രയും അതിനെ പറ്റി ബോധർ ചെയ്യാത്തതുകൊണ്ട് അവർക്ക് അത്രയും പ്രശ്നം ഉണ്ടാകുന്നില്ല. പക്ഷേ സാധാരണ ഇപ്പോൾ നമുക്കെല്ലാം പഠിപ്പുള്ള ആൾക്കാരായതുകൊണ്ട് അതിലാണ് ഏറ്റവും കൂടുതൽ ആശയക്കുഴപ്പം ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനെ അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു രീതി നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യൻ്റെ ശരീരം ഒരു യന്ത്രമല്ല. നമ്മളെല്ലാം പ്രകൃതിയുടെ ഭാഗമാണ്. അത് പ്രകൃതിയാണ് എന്ന് തന്നെ നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പോൾ പ്രകൃതിയെയും അതിൻ്റെ തത്വങ്ങളെയും ബോധ്യപ്പെട്ടിട്ട് അതിനെ മനസ്സിലാക്കി പിന്നിട്ടായിരിക്കും ഒരു തീരുമാനം എടുക്കുകയായിരിക്കും ഉചിതം. അതുപോലെ ഒരേ നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാകുന്നില്ല. ഓരോരുത്തരുടെയും പ്രായം, കാലാവസ്ഥ, ജോലി, മാനസിക നില, ഭക്ഷണശീലം, സ്ഥലം, ഇവയെല്ലാം ഓരോ വ്യക്തിയിലും വ്യത്യസ്തമാണ്. അതിനാൽ ഇത് എല്ലാവർക്കും നല്ലതാണെന്ന തരത്തിലുള്ള ഉപദേശങ്ങൾ എപ്പോഴും യാഥാർത്ഥ്യമല്ല. അപ്പം അതുപോലെ മാധ്യമങ്ങളിൽ കേൾക്കുന്ന ഏത് ഉപദേശവും അനുസരിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറേ ചോദ്യങ്ങൾ സ്വയം ചോദിക്കേണ്ടതുണ്ട്. അതിലൊന്ന്, ആദ്യമായിട്ട് നമ്മൾ ഇത് പ്രകൃതിയുടെ നിയമങ്ങളോട് ചേർന്നതാണോ എന്ന്. അപ്പോൾ അതിനായിട്ട് നമ്മൾ പ്രകൃതി നിയമങ്ങളെ കുറച്ചൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനുള്ള ആ ചോദ്യത്തിന് ഉത്തരവായിട്ട് നമുക്ക് ഒരു ഡിസിഷൻ കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ സ്വയം നിർദ്ധാരണ ശേഷിയുള്ളതാണ് നമ്മുടെ ശരീരം. അപ്പോൾ അതിനെ ബലമായി നിയന്ത്രിക്കാനോ അല്ലെ പ്രകൃതിയിലില്ലാത്ത കൃത്രിമ ഘടകങ്ങൾ കൊണ്ട്, അതായത് കെമിക്കലി മാനിപ്പുലേറ്റിംഗ് മെഡിസിൻസോ സപ്ലിമെൻറ്റ്സോ അങ്ങനെ ഉപയോഗിച്ചിട്ട് ശരീരത്തെ രാസപരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ ഉള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുക. അതുപോലെ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ രാസപരമായിട്ടുള്ള സപ്ലിമെൻറ്റുകൾ ശരീരം തിരിച്ചറിയുന്നില്ല. കൂടുതലും അതുള്ളത് പുറന്തള്ളുകയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കിടന്നുള്ളതെന്ന് പറഞ്ഞാൽ അതിനുള്ള എക്സ്പെരിമെൻറ്റിലും അതിലും പലതും അത് കാണുന്നുണ്ട്. ശരീരം മൂത്രത്തിലൂടെയും മലത്തിലൂടെയും കഴിക്കുന്ന അതുപോലെയുള്ള സപ്ലിമെൻറ്റ്സ് പുറത്തു പോകുന്നുണ്ട്. അതുപോലെ തന്നെ സ്വാഭാവികമായി പ്രവർത്തിക്കാൻ സഹായിക്കുന്നതാണ്, ശരീരത്തിന് സ്വാഭാവിക പ്രവർത്തനത്തെ സപ്പോർട്ട് ചെയ്യുന്നതാണോ എന്നുള്ള ഒരു ചോദ്യം നമുക്ക് ഉള്ളിലോട്ട് ചോദിക്കാം. അതുപോലെ ശരീരത്തിൻ്റെ അതായത് പ്രകൃതിദത്തമായവ ശരീരത്തെ പിന്തുണയ്ക്കാൻ സാധ്യതയുള്ളതാണ്.
അത് അങ്ങനെയുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. പിന്നെ ഈ ഹോൾ ഫുഡ് എന്നുള്ള ഒരു കൺസെപ്റ്റ്, അതായത് സംയോജിതമായിട്ടുള്ള ഉള്ള ഭക്ഷണങ്ങളാണെങ്കിൽ, അതായത് അതിൻ്റെ ഹോൾ ഫുഡ് എന്നുള്ള രീതിയിൽ അതിനെ വേർതിരിക്കാതെ അതിനെ വേർതിരിച്ച് അതിൻ്റെ കമ്പോണൻസും റിഫൈനിങ്ങും അങ്ങനെയൊക്കെ അതിനെ വേർതിരിച്ചിട്ട് പ്രത്യേകം ആയിട്ട് മാറ്റി ഓരോരോ കമ്പോണൻസ് ആയിട്ട് മാറ്റി വൈറ്റമിൻസ് ആയിട്ടും മിനറൽസ് ആയിട്ടും അങ്ങനെയൊക്കെ തരുന്നത്, അതും ശരിക്കുള്ള ഒരു രീതിയല്ല. അപ്പം നമ്മൾ ഹോൾ ഫുഡിനെ കൂടുതൽ പ്രിഫർ ചെയ്യാം. അതുപോലെ തന്നെ മിതത്വം, ഈ റൂൾസ് ഓഫ് മിതത്വം എല്ലാത്തിലും ഉണ്ട്. നമ്മൾ എനി ഹാബിറ്റ്, പുതിയ ഹാബിറ്റ് ആണെങ്കിലും ലൈഫ് സ്റ്റൈലുകളാണേലും ഫുഡ് സ്റ്റൈലുകളാണേലും കൺസംഷൻ പാറ്റേൺ ആണെങ്കിലും എല്ലാത്തിലും പുതിയ ശീലങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ മിതത്വം പാലിക്കണം എന്നുള്ളതാണ് ഏറ്റവും. അപ്പോൾ ഒന്നിലോട്ട് കൂടുതൽ പോയി കഴിഞ്ഞാൽ അത് ഇനി പ്രശ്നങ്ങളുണ്ടാകും. നമ്മൾ രീതികൾ, അതുകൊണ്ട് നമ്മളതിനെ കൂടുതൽ ശ്രദ്ധിച്ച് ഒരു മിതത്വത്തിൽ, അത് അമിതമായിട്ട് ഒന്നിനും അതുപോലെ കുറവായിട്ടൊന്നും നമ്മൾ ചെയ്യാതിരിക്കുക. അപ്പോൾ ആ ഒരു മിതത്വം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു തത്വമാണ്. അതുപോലെ തന്നെ ഈ വരുന്ന ഉപദേശങ്ങൾ കൂടുതൽ മരുന്നിലോട്ടോ മറ്റു ഉൽപ്പന്നങ്ങളിലോട്ടോ നമ്മളെ ആശ്രയിപ്പിക്കുന്ന ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് ജീവിതം ലളിതമാക്കുക എന്നുള്ളതാണ്. ചോദ്യം ചോദിച്ചിട്ട് സങ്കീർണതയ്ക്ക് പകരം ലളിതമായിട്ടുള്ളവയെ തിരഞ്ഞെടുക്കുക എന്നുള്ളൊരു ഇതാണ് പറയാനുള്ളത്. അതുപോലെ മറ്റൊരു കാര്യം, ശരീരത്തിൻ്റെ സ്വയം പ്രതികരണം കേൾക്കുക, അതായത് ബോഡി അവയർനെസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇത് നമ്മൾ പുതിയൊരു രീതി ഉപയോഗിച്ചാൽ അതിന് ഉറക്കം മെച്ചപ്പെടുന്നുണ്ടോ, ഊർജം കൂടുന്നുണ്ടോ, മനസ്സ് ശാന്തമാകുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ചിട്ട് അപ്പോൾ അതിന് സപ്പോർട്ടിങ് ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ശരീരത്തിന് ഉപയുക്തമാണെന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പം ആ ശരീരത്തിൻ്റെ സ്വയം അനുഭവം ആണ് ഏറ്റവും വലുത്. അല്ലാതെ വിദഗ്ധന്മാർ പറയുന്ന വിദഗ്ധർ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തെ കൺസ്യൂമറിസത്തിൻ്റെ വക്താക്കളാണ്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ അഡ്വൈസ് ഒരു ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ആരോഗ്യത്തിൻ്റെ നമ്മുടെ ഒരു നാച്ചുറോപ്പതി തിയറി അനുസരിച്ചിട്ട് അതിൽ നമുക്ക് അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ കുറയ്ക്കുന്നതിലാണ് ആരോഗ്യം നമുക്ക് വീണ്ടെടുക്കാൻ പറ്റുന്നത്, അല്ലാതെ കൂടുതൽ അധികം ചേർക്കുന്നതിലല്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ നമ്മളതിനെപ്പറ്റി ആലോചിക്കണം. അപ്പോൾ ഉള്ളതിനെ കുറച്ച് ലഘൂകരിക്കുക എന്നുള്ളതിന്, ഭക്ഷണം കുറയ്ക്കുക എന്നുള്ളതിനെക്കാട്ടിലും ഭക്ഷണം കൂടുക അല്ലെങ്കിൽ പുതിയ ഐറ്റംസ് കൂടുക എന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും അതിനെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാൻ പോകണ്ട. അപ്പോൾ അങ്ങനെ പരസ്പരവിരുദ്ധമായിട്ടുള്ള ഉപദേശങ്ങൾ ഇങ്ങനെ പലത് വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് നമ്മൾ അത്ര ശ്രമിക്കേണ്ട ആവശ്യമില്ല. കാരണം അതിനെപ്പറ്റി നമ്മൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. പ്രകൃതിയോട് ചേർന്നതും ജീവിതം ലളിതമാക്കുന്നതും നിങ്ങളെ കൂടുതൽ സ്വതന്ത്രമാക്കുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ മാത്രം തിരഞ്ഞെടുക്കുക, അല്ലാത്തതിനെ നമ്മൾ തള്ളിക്കളയാം. അതുപോലെ ഒരു തമ്പുറുകൾ എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളത്. സാങ്കേതികമായിട്ടുള്ള പേരുകൾ, ഇപ്പം എല്ലാ അഡ്വർടൈസ്മെന്റിലും പുതിയ കെമിക്കൽസിൻ്റെയോ അല്ല പുതിയ ഒരു മെക്കാനിസത്തിൻ്റെയോ ശരീരത്തിൻ്റെ മെക്കാനിസം എന്നുള്ള രീതിയിൽ പുതിയ പേരുകൾ ഉപയോഗിച്ചിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ സൂപ്പർ മാർക്കറ്റിലാണെങ്കിലും അതുപോലുള്ള പല ഗിമ്മിക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ വരുന്നത് അതിന് നമ്മൾ ആ ഒരു രീതിയിൽ കൺസ്യൂമറിസത്തിൻ്റെ ടെക്നിക്ക് എന്നുള്ള രീതിയിൽ അതിനെ തള്ളിക്കളയാനായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതുപോലെ ശബ്ദം ആധിക്യമുള്ള, അതായത് ഇതുപോലുള്ള അതിന് വളരെയധികം പരസ്യം ചെയ്യുന്നുണ്ട്. ആ പരസ്യത്തിൻ്റെ ആധിക്യമുള്ള സമയത്ത് അതിനെ നമ്മൾ മനസ്സിലാക്കുക. പരസ്യത്തിൻ്റെ ആധിക്യമുള്ളതിന് നമുക്ക് അതിന് വിശ്വാസം കുറവായിരിക്കും എന്നുള്ളൊരു രീതിയിൽ അതിനെ മനസ്സിലാക്കുക. അപ്പം നമ്മുടെ തന്നെ ഇൻഡ്യൂഷന്, ഒരു ഗട്ട് ഫീലിങ്ങോ അല്ലെ ബോഡി അവയർനെസ് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഇതിനെ കണ്ട് അതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കി എടുത്തുകയാണെങ്കിൽ കൂടുതൽ ആ ഒരു രീതിയിൽ നമുക്ക് ശരിക്കുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ അവിടെ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ശരീര അവബോധം എന്നുള്ളതിന് ബോഡിയുടെ അവബോധത്തെ കൂടുതൽ ആശ്രയിക്കാൻ നോക്കുക. പ്രകൃതിദത്തങ്ങളായിട്ടുള്ള ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ റിഫൈൻ ചെയ്യാത്തത് അങ്ങനെ ഉള്ള ഒരു രീതിയിലുള്ള ഒരു അഡോപ്ഷൻ ആയിരിക്കും നമുക്ക് ചെയ്യേണ്ടത്. അതായിരിക്കും ഏറ്റവും അഭികാമ്യമായിട്ടുള്ള ഒരു രീതി നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള വൈദ്യങ്ങളായിട്ടുള്ള അഡ്വൈസസ് വരുമ്പോൾ.
നന്ദി, നമസ്കാരം.